മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരം ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മകളും ഗായികയുമായ പ്രാർത്ഥന സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ്. പാട്ടിലാണ് പ്രാർത്ഥനയുടെ താല്പര്യം. +2 കഴിഞ്ഞതിന് പിന്നാലെ യുഎസിൽ പോയി മ്യൂസിക് പഠിച്ചിരുന്നു താരപുത്രി. അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയത് അവൾ തന്നെയായിരുന്നു. ഇന്ദ്രജിത്തും പൂർണിമയും ഒന്നും അറിയേണ്ടി വന്നില്ല. സ്റ്റേജ് ഷോയൊക്കെയായി സജീവമാണ് പ്രാർത്ഥന. അച്ചമ്മ പരിപാടി കാണാൻ വരണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു. അവളുടെ ഇംഗ്ലീഷ് പാട്ടുകളൊന്നും എനിക്കറിയത്തില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിയാറാണ് പതിവ്. അവളുടെ ഇഷ്ടമനുസരിച്ചാണ് വസ്ത്രമിടുന്നത്. അതിലൊന്നും ഇത്രയധികം വിമർശനത്തിന്റെ ആവശ്യമില്ല. അഭിമുഖങ്ങളിലെല്ലാം കൊച്ചുമകളെ കുറിച്ച് വാചാലയായി ഇങ്ങനെയാണ് മല്ലിക സുകുമാരൻ പറയാറുള്ളത്. പ്രാർത്ഥന എന്നാണ് അവർ വീടിനും പേര് നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് പ്രാർത്ഥന. പ്രിയപ്പെട്ട പൂച്ചയെ കാണാതായതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പും താരപുത്രി പങ്കുവച്ചിരുന്നു. ഇതെന്റെ ബേബി ടൈഗറാണ്. 1 വർഷം മുൻപായിരുന്നു ഇവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത്. കാർ ഗാരേജിൽ നിന്നായിരുന്നു ഇവളെ എനിക്ക് കിട്ടിയത്. പുറത്തൊക്കെ കാണുന്ന പോലെയുള്ള സാധാരണ പൂച്ചയായിരുന്നു തുടക്കത്തിൽ അവൾ. പിന്നെയാണ് ഞാൻ അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചത്. നിറയെ സ്നേഹവും വാത്സല്യവുമൊക്കെയായി തികച്ചും വ്യത്യസ്തമായിരുന്നു അവ. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നിഷ്കളങ്കവും വിധേയത്വവുമുള്ള ജീവിയാണ് അവൾ. എന്റെ മോശം അവസ്ഥയിലും അവൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്റെ അടുത്തു വന്നിരിക്കും, എല്ലാം മനസ്സിലായതുപോലെ. ഞാൻ ഹാപ്പി മൂഡിലാണെങ്കിൽ അവൾ എനിക്ക് ചുറ്റും ഓടിപ്പാഞ്ഞു നടക്കും. അത്രയും അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ. എന്റെ കുട്ടിയെ പോലെയാണ് ഞാൻ അവളെ കൊണ്ടു നടന്നിരുന്നത്. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവളുടെ നോട്ടത്തിലൂടെ ആ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ഒരാഴ്ച മുൻപാണ് ടൈഗുവിനെ എനിക്ക് മിസ്സായത്. പുറത്ത് കളിക്കാനൊക്കെ വിടാറുള്ളതാണ്. ഈ ചുറ്റുപാടൊക്കെ അവൾക്ക് പരിചിതവുമാണ്. ഗേറ്റിന് പുറത്തെ ലോകം അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കാം അവൾ പുറത്തേക്ക് പോയത്. 1-2 ദിവസത്തിനകം തിരികെ വരുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഒരാഴ്ചയായി ഇപ്പോൾ. അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതോർക്കുമ്പോൾ വിഷമമാണ്. മറ്റുള്ള പൂച്ചകളോടൊപ്പവും അവളും ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടാവും എന്നോർത്ത് ഞാൻ സ്വയം ആശ്വസിക്കുന്നു. അതേസമയം എന്നിലെ അമ്മ ഫീലിംഗ്സിൽ അവളെ ഓർത്ത് ആധയാണ്. അവളെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവൾ വീണ്ടും വീട്ടിലേക്ക് വരുന്നതിനായി കാത്തിരിക്കുകയാണ് ഞാൻ എന്നുമായിരുന്നു പ്രാർത്ഥന കുറിച്ചത്. നിരവധി പേരാണ് കുറിപ്പിന് താഴെയായി അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. വിഷമിക്കേണ്ട, അവൾ എന്തായാലും തിരിച്ചു വരും. വീട്ടിനകത്ത് വളരുന്ന പൂച്ചകൾക്ക് പുറം ലോകത്ത് അധികം നിൽക്കാനാവില്ല. മറ്റ് പൂച്ചകളെയും പട്ടികളെയും ഒക്കെ കാണുമ്പോൾ പേടിയായിരിക്കും. വൈകാതെ തന്നെ അവൾ തിരിച്ചു വരും. അവളെ തിരിച്ചു കിട്ടിയാൽ അറിയിക്കണം. ആ വാർത്തയ്ക്കായി കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞത്.